ഇന്നത്തെ അതിഥി ശ്രീമതി ജൽസീമിയ KP ആണ്. അവർ 1995 മുതൽ 2000 വരെയുള്ള കാലഘട്ടങ്ങളിൽ കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും 2000 മുതൽ 2015 വരെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പറായും 2010 മുതൽ 2015 വരെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് എഡ്യൂക്കേഷൻ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായും 2010 മുതൽ 2022 വരെ JSS മാനേജിംഗ് കമ്മിറ്റി മെമ്പറായും 2015 മുതൽ 2018 വരെ സംസ്ഥാന സർക്കാർ വിമൻ ആൻഡ് ചൈൽഡ് വകുപ്പിന്റെ കീഴിൽ AWH വെൽഫെയർ ബോർഡ് ചെയർപേഴ്സണായും നിലവിൽ വനിതാ ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റായും ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ് വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റായും തന്റെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. വിജയബേരി പദ്ധതിയിലൂടെ ജില്ലയെ വിജയരഥത്തിലേറ്റി. ഇപ്പോൾ മൂത്തേടം അർബൻ ബാങ്കിൽ ജോലി ചെയ്യുന്നു. അവർ ഒരു യോഗ വെൽനസ് ട്രെയിനർ കൂടിയാണ്. ഏറെ സ്നേഹത്തോടെ ജൽസിയ മാഡത്തെ ഡിവിഷൻ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡിവിഷൻ പ്രോഗ്രാം ഡയറക്ടർ ലൂസിയ മാഡം അണിയറൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഡിവിഷൻ അംഗങ്ങളെയും ഡിവിഷൻ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡിവിഷന്റെ മുഴുവൻ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ സെഷനിലേക്ക് ജൽസിയ മാഡത്തെ ക്ഷണിക്കുന്നു. മാം പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഓഡിയബിൾ ആണോ? യെസ് മാം. ഓക്കെ. ഈ പ്രോഗ്രാമിന്റെ ഡയറക്ടർ ലൂസിയ മാം, ടീം ഇൻചാർജ് ഫെമിനാനിറ്റി ഷഫ്ന ജലാലുദ്ദീൻ, സിജി പ്ലാറ്റ്ഫോമിലെ നല്ലവരാ സുഹൃത്തുക്കളെ, ഡിവിഷൻ ടോക്കിന്റെ 302-ാം സെഷനിൽ അല്പസമയം കുറച്ച് ആശയങ്ങൾ പങ്കുവെക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ടാണ് ഫെമി എന്നെ വിളിക്കുന്നത്. അരമണിക്കൂർ പ്രോഗ്രാം, അതില് 1 മിനിറ്റ് വെൽക്കം സ്പീച്ച്, 1 മിനിറ്റ് വോട്ട് ഓഫ് താങ്ക്സ്, ബാക്കി 28 മിനിറ്റ് ആണ് ഞാൻ സംസാരിക്കേണ്ടത്. സത്യത്തിൽ എനിക്ക് ഭയങ്കര കൗതുകം തോന്നുന്നു. 1 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് സ്വാഗത പ്രസംഗം നടത്തുക എന്നുള്ളതായിരുന്നു ഞാൻ ആലോചിച്ചിരുന്നത്. സന്തോഷം ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചതിന്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ സാധ്യതകളിലൂടെയാണ് ഈ 302 ദിവസങ്ങളും ഈ ഡിവിഷൻ ടോക്കിന്റെ പിന്നിൽ, അല്ലെങ്കിൽ സിജിയുടെ കാതലായ കുറച്ച് ആളുകൾ ചേർന്നിരുന്നിട്ട് ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒരു ദിവസത്തിന്റെ ഏറ്റവും കാതലായ സമയമാണ് 6:30 to 7 എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ സഹോദരിമാരെ കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ആ ദിവസത്തിന്റെ ഏറ്റവും കാതലായ ഒരു സമയമാണ് 6:30 to 7. അപ്പൊ ഇത്രയും ദിവസം ഞാൻ ഒരു ഡിവിഷന്റെ ഒരു പ്രോഗ്രാം വാച്ച് ചെയ്തപ്പോൾ അതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്ന് 302-ാമത്തെ ദിവസമാണ്. ഇനി ഇത് 1001 ദിവസം വരെ, ബഹുമാനിയായ ഡയറക്ടർ ലൂസിയ മാം ന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലായത് 1001 ദിവസങ്ങൾ തികയ്ക്കണമെന്നാണ്. അപ്പോ അതിന് സാധിക്കട്ടെ, അതിന് സാധിക്കും. ഒരു നല്ല കൂട്ടം, നല്ല മനസ്സുള്ള കുറെ ആളുകൾ ചേർന്നിരുന്നിട്ട് 302 ദിവസങ്ങളിൽ 302 വിഷയങ്ങൾ ചർച്ച ചെയ്തു എന്ന് പറഞ്ഞാൽ, അതും ഈ സമയത്ത് ചർച്ച ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഒരു നല്ല മനസ്സുള്ള ആളുകൾക്ക് മാത്രം കഴിയുന്ന കാര്യമാണ്. കുറച്ച് നല്ല വാക്കുകൾ കേട്ടിട്ട് 6:30 മുതൽ 7:30 വരെയുള്ള സമയത്ത് കുറച്ച് നല്ല വാക്കുകൾ കേട്ടിട്ടുള്ള ഒരു ദിവസത്തിന്റെ തുടക്കം വളരെ നല്ലതാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ രാവിലത്തെ സുപ്രഭാതം എല്ലാം ഒഴിവാക്കിയിട്ട് രാവിലെ കുറച്ച് നല്ല വാക്കുകൾ കേട്ടിട്ടുള്ള തുടക്കം എന്ന് പറയുന്നത് എന്തുകൊണ്ട് നല്ലൊരു കാര്യമാണ്. നമുക്ക് മൈൻഡിലേക്ക് നല്ല പോസിറ്റീവ് എനർജി ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്. പിന്നെ സിജി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ സിജിയെ കുറിച്ച് പറയുമ്പോൾ, സിജിയുടെ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലൂടെ ഓടി വന്ന കുറെ മുഖങ്ങളുണ്ട്. പ്രിയപ്പെട്ട ZA അഷ്റഫ് സാറ്, അതുപോലെ അസീസ് മാഷ്. ഇപ്പോ അസീസ് മാഷ് ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
അതുപോലെ ടി സലീം സാറ്, പെരാമ്പ്രയിലെ ടി സലീം സാറ്, അങ്ങനെ കുറെ മുഖങ്ങൾ എന്റെ മുന്നിലൂടെ ഇങ്ങനെ മറഞ്ഞു പോവാണ്, മിന്നി മറഞ്ഞു പോവാണ്. അതില് നമ്മളെ ടി സലീം സാറിനെ കുറിച്ച് ഇവിടെ പറയാതെ ഈ പ്രോഗ്രാമിൽ ഞാൻ സംസാരിക്കുന്നത് ഒരുപക്ഷെ ശരിയാവില്ല. കാരണം കഴിഞ്ഞ ദിവസം 250-ാമത്തെ എപ്പിസോഡിൽ സാജിദ് സാർ പറഞ്ഞ പോലെ, മച്ചിങ്ങൽ സാജിദ് സാർ പറഞ്ഞ പോലെ, നമുക്ക് ഫ്രണ്ട്ഷിപ്പിന്റെ തലവും അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിന്റെ തലവും 3-4 തലങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഒരു പക്ഷേ ടി സലീം സാർ എന്റെ ഒരു ഇന്റിമേറ്റ് സോണിൽ തന്നെയുള്ള വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. മറ്റൊന്നുകൊണ്ടല്ല, പിന്നെ കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പർ, അതുപോലെ എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണൊക്കെ ആയി 15 വർഷം മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു അംഗം ആയി നിൽക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് നിന്നുകൊണ്ട് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്നുള്ള നിലക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള വിജയപേര് വിദ്യാഭ്യാസ പരിപാടി അടക്കമുള്ള ഒരുപാട് പരിപാടികൾ നടപ്പിലാക്കി. നമ്മുടെ ജില്ല വേറൊരു ജില്ല ഇല്ലാത്തത് കൊണ്ട്, 15ാമത് മറ്റൊരു ജില്ല ഇല്ലാത്തത് കൊണ്ട്, പിന്നെ 14ാമത് കിടക്കുന്ന ജില്ലയായിരുന്നു. ആ ജില്ലയെ അന്ന് അഷ്റഫ് സാർ ഉണ്ട്, അങ്ങനെ അസീസ് സാർ, എല്ലാവരും ഉണ്ട്. പക്ഷെ വിജയബേരിയുടെ കോർഡിനേറ്റർ ആയിക്കൊണ്ട് ടി സലീം സാറ് 15 വർഷം കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമായിട്ട് തന്നെ കാണാണ്. ആ രീതിയിൽ നല്ല പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നു. 14ാമത് കിടന്നിരുന്ന ജില്ലയെ, മലപ്പുറം ജില്ലയെ 1-ാം സ്ഥാനത്തേക്ക് നമ്മൾക്ക് എത്തിക്കാൻ വിദ്യാഭ്യാസപരമായി കൊണ്ട് റിസൾട്ട് എല്ലാം കുട്ടികൾ പല സ്കൂളുകളിലും പിന്നെ ഒരു കുട്ടി പോലും ജയിച്ചു പോവാത്ത സാഹചര്യം ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് വിജയബേരി വിദ്യാഭ്യാസ പരിപാടി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് തുടങ്ങുന്നതും. അങ്ങനെ ആ പരിപാടിയുമായി മുന്നോട്ട് പോയി ഒരു നല്ല നിലവാരത്തിലേക്ക് ഇന്നിപ്പോ പിന്നെ രാജ്യത്തെ എല്ലാ നല്ല യൂണിവേഴ്സിറ്റികളിലും മലപ്പുറം ജില്ലയിലെ കുട്ടികൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത്, പ്രത്യേകിച്ച് പെൺകുട്ടികളും. ആൺകുട്ടികൾ ഇല്ല എന്നല്ല, പക്ഷെ പെൺകുട്ടികളും ഈ നല്ല യൂണിവേഴ്സിറ്റികളിലൊക്കെ നമ്മുടെ കുട്ടികൾ എത്തിപ്പെട്ടതിന്റെ പിന്നിലും സിജിയിലെ ടി സലീം സാറും ജില്ലാ പഞ്ചായത്തും ഒക്കെ ഒത്തൊരുമിച്ച് കൈകോർത്ത് പ്രവർത്തിച്ചതിന്റെ ഒരു ഫലമായിട്ടാണ്. ഞാൻ സിജിയുമായുള്ള ഒരു ബന്ധം ഇവിടെ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അത് അന്യമല്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. എന്നോട് ഫെമി പറഞ്ഞത്, ഞാനും നല്ല വളരെ ക്ലോസ് ആയതുകൊണ്ടാണ് ഈ ഫെമി എന്ന് വിളിക്കുന്നത്. ഫെമിന പറഞ്ഞത്, നിങ്ങളുടെ ടീം ഇൻചാർജിലുള്ള ഫെമി പറഞ്ഞത്, വിഷയം എനിക്ക് ഏത് വിഷയം വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, വിഷയം എന്നെ കുറിച്ച് തന്നെ പറഞ്ഞാലോ, ഞാനൊരവളാണല്ലോ, എന്നെ കുറിച്ച് തന്നെ പറഞ്ഞാലോ, എൻ്റെ ഉമ്മയെ കുറിച്ച് പറഞ്ഞാലോ, അതുപോലെ തന്നെ ചുറ്റുമുള്ള ഒരുപാട് ഉമ്മമാരെ, ഒരുപാട് ഒരുപാട് പിന്നെ ജൽസിമാരെ, അങ്ങനെ എന്നെ കുറിച്ച് പറഞ്ഞാലോ എന്നാലോചിച്ചിട്ടാണ് ഞാൻ ഈ വിഷയം തിരഞ്ഞെടുത്തത്. അപ്പോ അവൾ എന്ന് പറയുമ്പോ ഇനി അവനുമാര് ഇതിലില്ലേ എന്ന് ചോദിക്കണ്ട, അവൾ ഉണ്ടാവുമ്പോഴേ അവനുള്ളൂ. അപ്പോ എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഞാൻ അങ്ങനെ സ്ത്രീപക്ഷം മാത്രം പറയുന്ന ആളൊന്നല്ല. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് എൻ്റെ ഉമ്മയെ കുറിച്ച്, അല്ലെങ്കിൽ എന്നെ കുറിച്ച്, അല്ലെങ്കിൽ ചുറ്റുമുള്ള ഒരുപാട് ഉമ്മമാര്, ഒരുപാട് മുഖങ്ങളെ മനസ്സിൽ പിന്നെ കൊണ്ടുവന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം തെരഞ്ഞെടുത്തത്. അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്നലെ ഞാൻ കൗണ്ടറിൽ ഇരിക്കുമ്പോൾ, ഞാൻ കൗണ്ടറിൽ വരുന്ന ആളുകളുമായിട്ട് നല്ല ഒരു ബന്ധം പുലർത്തുന്ന ഒരാളാണ്. അത് നമ്മുടെ രക്തത്തിലുള്ള കാര്യമായതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഇന്നലെ ഒരു കസ്റ്റമർ എൻ്റെ മുന്നിൽ വരുമ്പോൾ, അദ്ദേഹത്തിന്റെ പേര് വേണമെങ്കിൽ ഇവിടെ പറയാം, കാരണം അദ്ദേഹം വളരെ പോസിറ്റീവാണ്. എല്ലാ നല്ല കാര്യങ്ങളെയും നല്ല രീതിയിൽ തന്നെ പോസിറ്റീവായി എടുക്കുന്ന ഒരു വ്യക്തിയാണ്. ജോൺ PV എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഒരു സ്വർണ്ണമാലയുണ്ട്. ആ മാല അഴിച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾക്ക് കാണാൻ തന്നു. നല്ല വണ്ണമുള്ള 5 പവന്റെ ഒരു മാലയാണ്, പുതിയ മാലയാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ കൊളീഗ് ചോദിച്ചു, നിങ്ങൾ വീണ്ടും ഗൾഫിൽ പോയോ? നിങ്ങൾ പോകുമ്പോ എന്നോട് പറയണമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതെ ഞാൻ പോയി. ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു പ്രസംഗം പോലെ ആയിന്ന് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. അദ്ദേഹം പറഞ്ഞു, അതെ ഞാൻ പോയി വന്നു. അപ്പൊ പോയപ്പോ എൻ്റെ മകൾ വാങ്ങി തന്നതാണ് ഈ
5 പവന്റെ മാല. അദ്ദേഹം നല്ലൊരു അച്ചായനാണ്. അപ്പൊ ഈ മാല കാണിച്ചിട്ട് കഴുത്തിൽ നിന്ന് അഴിച്ചു തന്നിട്ട് ആ മാല ഞങ്ങളൊക്കെ നോക്കി. എന്നിട്ട് അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ആടുണ്ടായിരുന്നു കുറെ വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് അദ്ദേഹം കല്യാണം കഴിച്ച ഉടനെ കഴിച്ചു കൊണ്ടുവന്ന സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ആടുണ്ടായിരുന്നു. ആ ആട് പ്രസവിച്ചിട്ട് 3 കുട്ടികളാണ്. ആ 3 കുട്ടികളും പെൺകുഞ്ഞുങ്ങളായിരുന്നു. അപ്പം പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവിച്ചത്. ഭാര്യ പ്രസവിച്ചപ്പോ അതും പെൺകുഞ്ഞായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ചോദിച്ചു, ഭാര്യ പ്രസവിച്ചു അല്ലേ, അതെ, പെൺകുഞ്ഞാണല്ലേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മുഖത്തിൽ എന്തോ ഒരു വിഷമം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഈ ജോൺ ചായൻ പറഞ്ഞു, അതെ, എന്റെ വീട്ടിലെ ആട് പ്രസവിച്ചു, അതിന് 3 പെൺകുഞ്ഞുങ്ങളാണ്. എന്റെ ഭാര്യയും പ്രസവിച്ചു, അതും പെൺകുഞ്ഞാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഭാര്യ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചു, അതും പെൺകുഞ്ഞാണ്. 3ാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചു, അതും പെൺകുഞ്ഞാണ്. അപ്പൊ എല്ലാവരും, അയ്യോ, ജോണിച്ചായനെല്ലാം പെൺകുഞ്ഞുങ്ങളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ 3 കുഞ്ഞുങ്ങളെയും നല്ലതുപോലെ പഠിപ്പിച്ച് ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി ആ 3 പെൺകുഞ്ഞുങ്ങളും, അദ്ദേഹം നല്ല ആരോഗ്യവാനാണ്. പക്ഷെ എങ്കിലും ആ 3 കുഞ്ഞുങ്ങള് ആ അമ്മയെയും അച്ഛനെയും പൊന്നുപോലെ പരിപാലിക്കുന്ന, സ്നേഹിക്കുന്ന, എല്ലാ അർത്ഥത്തിലും പരിപാലിക്കുന്ന 3 പെൺകുഞ്ഞുങ്ങളാണ്. അപ്പോ ആളുകളുടെ ഒരു കാഴ്ചപ്പാട് പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ അയ്യേ എന്ന് വെക്കുന്ന ഒരു രീതിയാണ്. അതോടൊപ്പം തന്നെ അത് ഇന്നലെ രാവിലെയാണ്, ഇന്നലെ ഉച്ചയ്ക്ക്, ഇതെല്ലാം എന്റെ ഓഫീസിൽ ഇന്നലെ നടന്ന സംഭവങ്ങളാണ്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് മുഖങ്ങൾ എന്റെ മുന്നിലൂടെ പോകും. നമ്മൾക്ക് ഈ 28 മിനിറ്റിനുള്ളിൽ സംസാരിച്ച് തീർക്കാൻ കഴിയില്ല. പക്ഷെ ഇതും കൂടി ഞാൻ പറയുന്നത്. പക്ഷെ ഈ അമ്മയുടെ പേര് ഞാൻ പറയില്ല. ഒരമ്മ എന്റെ മുന്നിൽ വന്നു. അവിടെ അവർ വന്നിട്ടുള്ളത് ഒരു സ്വർണം വെക്കാൻ, ലോൺ ചോദിച്ചിട്ടാണ് വന്നത്. അപ്പൊ ലോണ് കൊടുക്കാൻ ഇന്നലെ കഴിയില്ല. അവർക്ക് പെട്ടെന്ന് പണം വേണം. അപ്പൊ അവരുടെ കയ്യിൽ ഒരു ചെറിയ സ്വർണ്ണമുണ്ട്. അപ്പൊ അവർ ചോദിക്കുന്ന തുക എന്ന് പറയുന്നത് 1,20,000 രൂപയാണ്. അപ്പോ അത്രയും തുക അമ്മയെ നിങ്ങൾക്ക് തരാൻ കഴിയില്ല. നിങ്ങൾക്കൊരു 65,000 രൂപ ഇതിന് തരാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. അമ്മ ഭയങ്കര വിഷമം. അങ്ങനെ എന്തായാലും 65,000 രൂപ എങ്കിൽ ആ 65,000 രൂപ തരണം എന്ന് പറഞ്ഞിട്ട് അവരെ സ്വർണം വെക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ അതിൽ നമ്മൾ അവകാശികൾ കൊടുക്കണമല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, അമ്മ നിങ്ങളുടെ അവകാശി ആരാണ്, നോമിനി ആരാണ്? അപ്പൊ അവര് ഒന്നും പറഞ്ഞില്ല. എനിക്ക് നോമിനി ഇല്ല, ഞാൻ തന്നെയാണ് എന്റെ അവകാശി. അപ്പൊ ഞാൻ ചോദിച്ചു, ഏറെ നാളായിട്ട് പരിചയമുള്ള ഒരു അമ്മയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്തേ, മക്കളില്ലേ? ഇല്ല, എനിക്ക് മക്കളില്ല. സഹോദരങ്ങളില്ല. സഹോദരിയോ സഹോദരങ്ങളുടെ മക്കളോ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. എന്നെ അവകാശമായി എന്റെ പേര് തന്നെ വെച്ചാൽ മതി. ഇപ്പോ ആർക്കും അത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവരുടെ പേര് തന്നെ നമ്മൾ വെച്ചത്. പക്ഷെ അവർക്ക് 2 ആൺമക്കളുണ്ട്. അതില് മൂത്ത മകൻ അവരെ വീട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഈ അമ്മയുടെ കൂടെ അവരുടെ അമ്മയും ഉണ്ട്. ഇപ്പൊ അവര് താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞു വീടുണ്ട്. ആ വീട് പൊളിഞ്ഞു വീണു. അപ്പൊ ഈ അമ്മയെ വേറൊരു സ്ഥലത്ത് കൊണ്ടാക്കണം. അവരുടെ സഹോദരിയോട് പറഞ്ഞപ്പോ അവരുടെ സഹോദരി ഒരു ഡിമാൻഡ് വെച്ചു. അമ്മയുടെ കഴുത്തിൽ ഒരു മാല ഉണ്ടായിരുന്നു. ആ മാല ഇട്ട് വിടുകയാണെങ്കിൽ അമ്മയെ നോക്കാം. ഒരു ഡിമാൻഡ് അതായിരുന്നു. ഇതാരും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല, അവരുടെ ഡിമാൻഡ് അതായിരുന്നു. അമ്മയുടെ ചെറിയ മോൻ അത് അടുത്തുള്ള മറ്റൊരു ബാങ്കിൽ പണയം വെച്ചിട്ടുണ്ട്. അപ്പൊ ആ പണയം എടുത്ത് അമ്മയ്ക്ക് ആ മാല ധരിപ്പിച്ച് അമ്മയെ സഹോദരിയുടെ വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ വന്നത്. അമ്മ ഭയങ്കര കരച്ചില്. ഞാൻ ചോദിച്ചു, ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ഉച്ചയുടെ സമയം 2:10 സമയത്താണ്. ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ചോദിച്ചപ്പോ ഇല്ല. ഭക്ഷണം വേണോ? വേണ്ട. കരച്ചില്. ഒന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. അവർക്ക് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊടുത്ത് 2 ബിസ്ക്കറ്റും കൊടുത്തിട്ട് അവരുടെ ആ വിറയലും അവരുടെ ടെൻഷനും ഒന്ന് കുറയാൻ വേണ്ടിയിട്ട്. അപ്പോ ഇത് നമ്മുടെ ലോകാണ്. ഇങ്ങനെ ഒരുപാട് അമ്മമാരും ഒരുപാട് അച്ഛന്മാരും ഒക്കെ ഉള്ള ഒരു ലോകമാണ് നമ്മുടെ ലോകം. ഇങ്ങനെ കാണുന്ന ഒരുപാട് മുഖങ്ങളുണ്ട്. ഒരുപാട് യാത്ര ചെയ്യുന്നത് കൊണ്ട്, ഒരുപാട് നാട്ടിലൂടെ പോകുന്നതുകൊണ്ട് ഇങ്ങനെ കാണുന്ന ഒരുപാട് മുഖങ്ങളുണ്ട്. ഇനി ഞാൻ എന്നിലേക്ക് വരാം. ഞാനാണല്ലോ വിഷയം. എന്റെ ഉമ്മയിലേക്ക് വരാം.
എൻ്റെ ഉമ്മ എന്നെ ഗർഭം ധരിച്ച് എന്നെ മുലപ്പാൽ തന്ന്, ആ മുലപ്പാലിനൊപ്പം സ്നേഹം തന്ന്, സ്നേഹം ചുരത്തി, മുലപ്പാൽ ചുരത്തിയപ്പോൾ അതിൻ്റെ കൂടെ നന്നായിട്ട് സ്നേഹവും ചുരത്തി എന്നെ വളർത്തി വലുതാക്കി. ഇന്നുമ്മ എൻ്റെ കൂടെ ഇല്ല. ഉമ്മ എൻ്റെ കയ്യെത്താ ദൂരത്ത്, എൻ്റെ കണ്ണെത്താ ദൂരത്ത്. ഉമ്മ മാഞ്ഞു മറിഞ്ഞുപോയി. പക്ഷെ ഉമ്മ ഒരു പാവമായിരുന്നു. ഉമ്മയുടെ ശരീരം വളരെ സോഫ്റ്റ് ആയിരുന്നു. ഉമ്മയുടെ ശരീരം, ഉമ്മയുടെ മാത്രമല്ല ഉമ്മമാരുടെ ശരീരം എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആണ്. കാരണം നമ്മളെയൊക്കെ ഗർഭത്തിൽ ചുമന്ന് നമ്മുടെ ഗർഭത്തിൽ കിടക്കുമ്പോൾ പോലും നമ്മൾക്കൊരു ഒരു പ്രയാസം ഉണ്ടാകരുത്, വിഷമം ഉണ്ടാകരുത് എന്നുള്ള രീതിയിൽ തമ്പുരാൻ സൃഷ്ടിച്ചത് അങ്ങനെയാണ് നമ്മുടെ ഉമ്മമാരെ. പക്ഷെ അവര് നല്ല 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 സ്ട്രോങ് അല്ലേ, നല്ല കരുത്തുള്ളവരല്ലേ, നമ്മൾക്ക് കരുതൽ തരുന്നവര്, നമ്മൾക്ക് നല്ല കരുത്തുള്ള ഉമ്മമാരാണ്. അപ്പോ അതോടൊപ്പം തന്നെ നല്ല പേടിയുണ്ട്. എന്തെല്ലാം പേടിയുണ്ട് നമ്മുടെ നാട്ടിലുള്ള സഹോദരിമാർക്ക്, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള സഹോദരിമാർക്ക് എന്തെല്ലാം തരത്തിലുള്ള പേടിയുണ്ട്. ഒറ്റയ്ക്ക് നടക്കാൻ പേടിയാണ്, ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് പോകാൻ പേടിയാണ്, ആരോടെങ്കിലും ഉറക്കെ സംസാരിക്കാൻ പേടിയാണ്, ഉറക്കെ ചിരിക്കാൻ പേടിയാണ്. ഇന്നൊരുപാട് മാറ്റം വന്നിട്ടുണ്ട്, അത് നമ്മളായിട്ട് മാറ്റിയെടുത്തതാണ്. ഒരുപാട് മാറ്റം വന്നു. ചിരിക്കാൻ പേടിയാണ്, സംസാരിക്കാൻ പേടിയാണ്, എല്ലാത്തിനും പേടിയാണ്. ഇപ്പൊ ഡൽഹിയിൽ നടന്ന സമരത്തില് അവിടെ സഹോദരി പെൺകുട്ടികൾ സമരം നടത്തുമ്പോ അവിടെ പോലീസുകാർ ലാത്തി കൊണ്ട് കുത്തുമ്പോ ആ ലാത്തി കുത്തിയത് എവിടെയാണ്? ഒരു പെൺകുട്ടിയുടെ ശരീരഭാഗത്തിന്റെ ഏത് ഭാഗത്താണ്? ആ കുത്തലിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? അപ്പൊ ആ കാമുകരി കാണുമ്പോഴുള്ള പേടി, ഒരു ഭയം, അങ്ങനെ ഒരുപാട് പേടികളിലൂടെയാണ് ഓരോ പെൺകുട്ടികളും കടന്നു പോകുന്നത്, ഓരോ സഹോദരിമാരും കടന്നു പോകുന്നത്. പക്ഷേ അതേപോലെ തന്നെ ഇപ്പൊ അടുത്ത ദിവസം ഞങ്ങളുടെ നാട്ടിൽ, എന്റെയും ഫെമിയുടെയൊക്കെ നാട്ടില്, ഇതില് എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകളുണ്ട് സിജിയുടെ പ്ലാറ്റ്ഫോമിൽ. ഒരു കുഞ്ഞിനെ ഇവിടെ ഒരു ഹോസ്പിറ്റലിന്റെ ബക്കറ്റില് കൊണ്ടുപോയി നിക്ഷേപിച്ചു. ആ കുഞ്ഞ് മരിച്ചുപോയി. അതൊരു പെൺകുഞ്ഞായിരുന്നു. അതിനെ ആ ബക്കറ്റിൽ നിക്ഷേപിച്ചത് ഒരുപാട് പേടികളുള്ള ഒരുമ്മയായിരുന്നു. കാരണം അവിഹിതമായി ഗർഭം ധരിച്ചതാണ്. ആ കുഞ്ഞിനെ വളർത്താൻ ആ കുഞ്ഞിന് വളരാനുള്ള സാഹചര്യവും അവകാശവും നിഷേധിച്ചുകൊണ്ടാണ് അതിനെ ബക്കറ്റിൽ നിക്ഷേപിച്ചത്. നിക്ഷേപിച്ച അമ്മയിലും ഒരു പേടിയുണ്ട്. മരിച്ചുപോയ ആ കുഞ്ഞില് എത്രമാത്രം ഭയം ഉണ്ടാവും, എത്രമാത്രം പേടി ഉണ്ടാവും അല്ലെ? ആ പേടികളൊക്കെ ഈ സൊസൈറ്റി, ഈ ലോകം നമ്മൾക്ക് തന്നിട്ടുള്ള പേടികളാണ്. ഈ ലോകം നമ്മൾ ഒരുപാട് പേടിപ്പിച്ചാണ് നിർത്തിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളതാണ്. എല്ലാത്തിനും പേടിയാണ്, നമുക്ക് പേടിപ്പിച്ചു നിർത്തിയിരിക്കുകയാണ്. നമ്മുടെ കാര്യം തീരുമാനിക്കുന്നത് നമ്മളായിരിക്കില്ല. ഒരു പക്ഷേ നമ്മുടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പഠനം നമ്മൾക്ക് ഒഴിവാക്കേണ്ടി വരുന്നുണ്ട്. അപ്പോ എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്? നമ്മൾ ഈ പേടി മാറ്റി നല്ല കരുതൽ കൊടുക്കേണ്ടേ, നല്ല കരുത്ത് കൊടുക്കേണ്ടേ? കരുത്ത് നൽകുന്നുണ്ട് അവള്, ഇല്ലേ? നമ്മൾ എന്തെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ ഈ ഒരു സെഷനിൽ കയറാൻ വേണ്ടി എല്ലാ ദിവസവും 4 മണിക്ക് എണീക്കുന്നു. വീട്ടിലുള്ള എൻ്റെ ഭർത്താവിനെയും എൻ്റെ കുഞ്ഞുങ്ങൾക്കുമുള്ള ഭക്ഷണം പാകം ചെയ്യുന്നു, അവർക്ക് സ്നേഹത്തോടു കൂടി വിളമ്പി കൊടുക്കുന്നു, അവരെ പരിപാലിക്കുന്നു. കുട്ടികൾക്ക് സ്നേഹം, കുട്ടികൾക്കെന്നല്ല കുടുംബത്തിന് സ്നേഹം വാരി കോരി കൊടുക്കുകയാണ് നമ്മൾ. ഭക്ഷണം വിളമ്പുന്ന പോലെ തന്നെ വാരി കോരി കൊടുക്കുന്നുണ്ട്, അവരെ പരിപാലിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നല്ല കരുതലോടെയും നല്ല കരുത്തോടെയും കരുത്ത് നൽകിക്കൊണ്ട് ഉമ്മമാര്, അല്ലെങ്കിൽ അമ്മമാര്, അല്ലെങ്കിൽ അവൾ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവൾ കൂടെ ഉള്ളത് കൊണ്ടല്ലേ ഈ സൊസൈറ്റി ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരു കുടുംബം പടുത്തുയർത്തുമ്പോൾ നമ്മളെ ഉമ്മമാര് നമ്മളെ കൂടെ ചേർന്ന് നിന്ന് നമ്മൾക്ക് സ്നേഹം വിളമ്പുന്നത് കൊണ്ട്, ഭക്ഷണം വിളമ്പുന്നത് കൊണ്ട്, കരുതൽ നൽകുന്നത് കൊണ്ട്, കരുത്ത് നൽകുന്നത് കൊണ്ട്, ഞാൻ കൂടെയുണ്ട്, ഞാൻ കൂടെയുണ്ട്. ഉമ്മ പറയാണ് ഞാൻ കൂടെയുണ്ട്, നീ തളരരുത്, ഞാൻ കൂടെയുണ്ട്. അല്ലെങ്കിൽ അവൾ പറയാണ്, മകനോട് പറയാണ്, മകനെ ഞാൻ കൂടെയുണ്ട്, നീ തളരരുത്. അങ്ങനെ പറയാൻ ഒരു സഹോദരി അവിടെ ഉള്ളത് കൊണ്ടല്ലേ നമ്മൾക്ക് ഇത്രയും കരുത്തുള്ള ഒരു സൊസൈറ്റിയെ നമ്മൾക്ക് വാർത്തെടുക്കാൻ കഴിയുന്നത്. ഒരുപാട് പേടിയാണ് നമുക്ക്, എല്ലാത്തിനും പേടിയാണ്. പക്ഷെ ഇന്നിന്റെ സഹോദരിമാര് ആ പേടിയെല്ലാം മറികടന്നു.
എല്ലാ പേരെയും മറികടന്നു. കാരണം ഇന്ന് അവൾ ബുദ്ധിമതിയാണ്. ഇന്ന് അവള് ക്ലാസ്സിൽ ഫസ്റ്റ് വാങ്ങുന്നുണ്ട്. അവൾ ഇന്ന് ജോലിക്ക് പോകുന്നുണ്ട്, കുഞ്ഞുങ്ങളെ നോക്കുന്നു, അവർക്ക് ഭക്ഷണം വിളമ്പുന്നു, അതിനുശേഷം ജോലിക്ക് പോകുന്നു. എല്ലാം പേടിച്ചുകൊണ്ട് തന്നെ പോകുന്നു. പക്ഷെ ആ പേടിയെ അതിജീവിച്ചുകൊണ്ട് അവൾ മുന്നേറാൻ ഇന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ പേടികളെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നേറാൻ കരുത്തയാണ്, ശക്തയാണ്. അതിനെല്ലാം അതാണ് നമ്മൾ ഡൽഹിയിൽ കണ്ടത്. ഡൽഹിയിൽ നീറ്റ് എക്സാമിൽ നടന്ന ക്രമക്കേടുകൾക്കെതിരെ നമ്മൾ നടത്തിയ ആ പോരാട്ടത്തിൽ കണ്ട വിജയം എന്ന് പറയുന്നത് ആ പേടിയെല്ലാം മറികടന്നുകൊണ്ട് ബുദ്ധിപരമായിട്ട് നമ്മൾ മുന്നേറിയതിന്റെ ഫലമാണ് നമ്മൾക്ക് അവിടെ വിജയിച്ചു കയറാൻ കഴിഞ്ഞത്. അത് തന്നെയാണ് ഇപ്പോ ആ പേടിയെല്ലാം മറികടന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ഈ റോളുകളെല്ലാം കൈകാര്യം ചെയ്യുന്ന നമ്മൾക്ക് ഭയമുണ്ട്, നമ്മൾക്ക് ഇതെല്ലാം ചെയ്യുന്നുണ്ട്, എല്ലാ വിലക്കുകളും ഉണ്ട്, അതിനൊക്കെ അതിജീവിച്ച് നമ്മൾ മുന്നേറുന്നുണ്ട്, നമ്മൾ എല്ലാവരെയും പരിപാലിക്കുന്നുണ്ട്, എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട്, എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്, ഞാൻ കൂടെയുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ പറയുന്നതെല്ലാം ഒരേ റോളിൽ നിന്ന് ഒരാളാണ് ഈ പറയുന്നതൊക്കെ. നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ ഒരു ഹൃദയമല്ലേ നമുക്കുള്ളൂ. എല്ലാവർക്കും അത് ശാസ്ത്രം പറയുന്നത്, എല്ലാവരും പറയുന്നത് പുരുഷനേക്കാളും ശക്തിയാണ് സ്ത്രീ. അതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. ശരിയാണ്, നമ്മൾ അടുപ്പത്ത് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ അപ്പുറത്ത് നിന്ന് വിളിക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആളുകളാണ് നമ്മൾ സഹോദരിമാർ. അപ്പൊ നമ്മൾ ശക്തിയാണ്, അതിന്റെ അർത്ഥം അത് ശക്തിയാണ് എന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ ആ ഭയത്തെ മറികടന്ന് സഞ്ചരിക്കാൻ നമ്മൾ പഠിപ്പിക്കണം. ആരെയൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ആയതുകൊണ്ട് നല്ല ഒരു കുടുംബമുണ്ട്. നമുക്ക് ഏറ്റവും നമ്മുടെ ഇന്റിമേറ്റ് സോണിലുള്ളത് നമ്മുടെ ഫാമിലിയാണ്, നമ്മുടെ മക്കളാണ്, നമ്മുടെ ഭർത്താവാണ്, നമ്മുടെ കുടുംബമാണ്. ആ കുടുംബത്തെ ആദ്യം നമ്മൾ മറികടക്കാൻ നമ്മൾ പഠിപ്പിക്കണം. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഭയപ്പാടുണ്ടാക്കരുത്, എവിടെയും ഭയപ്പാടുണ്ടാക്കരുത്. അവരോട് നമ്മൾ ആ ഭയത്തെ മറികടന്നുകൊണ്ട് സഞ്ചരിക്കാൻ നമുക്ക് പഠിക്കണം. നമുക്ക് അവർക്ക് ധൈര്യം പകർന്നു കൊടുക്കാൻ കഴിയണം. ആദ്യം നമ്മൾ സ്വയം നമ്മളെ ഭയപ്പാടിനെ മറികടക്കാൻ പഠിക്കണം. എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ളവരെ, ഈ സൊസൈറ്റിക്കും നമ്മൾ ആ മെസ്സേജ് കൊടുക്കണം. എന്തിനാണ് നമ്മൾ ഭയക്കുന്നത്, ആരെയാണ് നമ്മൾ ഭയക്കുന്നത്? എല്ലാവർക്കുമുള്ള അവകാശം നമ്മൾക്കുണ്ട് ഈ രാജ്യത്ത് ജീവിച്ചു പോകാൻ. അപ്പോൾ അതിനൊക്കെ മറികടന്നിട്ട് ഭയത്തെ മറികടന്ന് മുന്നേറാൻ നമ്മൾക്ക് കഴിയണം. ധൈര്യം കൊടുക്കാൻ നമ്മൾക്ക് കഴിയണം. ധൈര്യം സ്വയം ആർജിക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോ ആ ഒരു ഭയത്തെ മറികടക്കാനുള്ള ഇത് സ്വയത്തമാക്കാത്തത് കൊണ്ട് തന്നെയാണ് നമുക്കറിയാം, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളിൽ പല കാരണങ്ങൾ കൊണ്ട്, ആ കാരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല, നമ്മുടെ ടൈം ലിമിറ്റ് കൊണ്ട്, ഒരുപാട് കാരണങ്ങൾ കൊണ്ട് പല ആളുകളും ആത്മഹത്യയിലേക്ക് പോകുന്നു. മാർക്ക് കിട്ടിയില്ലെങ്കിൽ, സ്കൂളിൽ മാർക്ക് കിട്ടിയില്ലെങ്കിൽ അത് വീട്ടിലെ ഭയപ്പെടുത്തലാണ്. മാർക്ക് കിട്ടിയില്ലെങ്കിൽ ആ കുട്ടി ആത്മഹത്യ ചെയ്യുന്നു. ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, അവർ ആത്മഹത്യ ചെയ്യുന്നു. ഒരു ഓപ്പൺ സ്പേസ് നമ്മുടെ വീട്ടിലുണ്ടാവണം. അവിടെ ഭയം ഉണ്ടായിക്കോട്ടെ, ആ ഭയത്തെ അതിജീവിച്ചുകൊണ്ട് സംസാരിക്കാൻ കഴിയണം, ഉറക്കെ ചിരിക്കാൻ കഴിയണം, ധൈര്യം ഉണ്ടാവണം. ആ ധൈര്യം സ്വയം ആർജിക്കണം, മറ്റുള്ളവർക്ക് ആർജിച്ചു കൊടുക്കാൻ കഴിയണം. ഇതൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലൊരു ഓപ്പൺ സ്പേസ് നമ്മുടെ ഫാമിലിക്ക് കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെ എല്ലാ ഫാമിലികളും, നമ്മുടെ സൊസൈറ്റിയിലുള്ള മുഴുവൻ ഫാമിലിയിലും അങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് തുറന്ന് സംസാരിക്കാനും അതുപോലെ തന്നെ ചർച്ച ചെയ്യാനും എല്ലാ കാര്യങ്ങളെയും തുറന്നു പറയാനും അവിടെ ഒരു അതിർവരമ്പില്ല. ഉമ്മയോടായാലും ഉപ്പയോടായാലും സംസാരിക്കാൻ നമ്മുടെ ഫാമിലിയിൽ കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക്, അവിടെ പഠിക്കുന്ന കാര്യങ്ങളുണ്ടാവും, മാർക്ക് വാങ്ങുന്ന കാര്യങ്ങളുണ്ടാവും, ഒരു മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യണം. അതുപോലെ തന്നെ ഏത് കാര്യങ്ങളായാലും ഇപ്പോ എല്ലാവരും ഒരു റൂമിൽ ഒതുങ്ങിയിരിക്കുകയാണ്. ഒരു മൊബൈലും ഒരു റൂമും ഉണ്ടെങ്കിൽ ആ റൂമിൽ ഒതുങ്ങി നിൽക്കുന്നത്. പക്ഷെ ഒരു ഓപ്പൺ ആയിക്കൊണ്ടിരുന്ന് സംസാരിക്കാൻ കഴിയുന്ന, അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുറെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. മീൻസ് ഒരു ആത്മഹത്യ അല്ലെങ്കിൽ ഇപ്പൊ എന്ത് പറഞ്ഞാലും ഏത് പറഞ്ഞാലും കഴുത്തിലുള്ള ഷോൾ എടുത്തിട്ട് ആത്മഹത്യ ചെയ്യുക, എന്താണോ കിട്ടുന്നത് അതെടുത്തിട്ട് ആത്മഹത്യയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്ക്, ഒന്നും സഹിക്കാനുള്ള ശക്തിയില്ലാത്ത, ഒരുപാട് വിദ്യാഭ്യാസമുണ്ട്, ഒരുപാട് ടെക്നിക്കൽ നോഹവുകളുണ്ട്, AI യുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊക്കെയാണെങ്കിലും നമ്മുടെ കുട്ടികൾക്ക്
പിന്നെ ഒരു സഹനശക്തി ഇല്ലാത്ത രീതിയിലേക്കാണ് പോകുന്നത്. അത് നമ്മൾക്ക് ആർജിച്ചു കൊടുക്കാൻ നമ്മൾക്ക് കഴിയണം. അതിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഈ ഭയത്തെ മറികടന്നുകൊണ്ട് സഞ്ചരിക്കാൻ നമുക്ക് കഴിയണം. സ്വയം അതുപോലെ തന്നെ ധൈര്യം സംഭരിക്കാൻ കഴിയണം. നമ്മുടെ പിന്നില് ഒരുപാട് ആളുകൾ ഉണ്ടെന്ന് നമ്മൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്കൊരു യുദ്ധം ജയിക്കാൻ കഴിയും. നമ്മുടെ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ പിന്നിലുള്ള ആളുകൾക്ക് തോന്നുകയാണ് അവർ നയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് മുന്നോട്ട് പോകാൻ കഴിയും, അതുകൊണ്ട് നമുക്കൊരു വലിയ ലോകം കീഴടക്കാനും നമ്മൾക്ക് കഴിയും. അപ്പോ അങ്ങനെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്? അങ്ങനെ കഴിയണം. മാത്രമല്ല ടി സലീം സാർ എല്ലാ ക്ലാസ്സുകളിലും പറയാറുണ്ട്, അദ്ദേഹത്തിന്റെ എല്ലാ ക്ലാസ്സുകളിലും പറയാറുണ്ട്, നമ്മളിവിടെ ജീവിച്ച് മരിച്ചു പോയി എന്നുള്ളതിന് എന്തെങ്കിലുമൊക്കെ ചില അടയാളപ്പെടുത്തുക, ചില മൈൽ സ്റ്റോൺ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് ഈ ലോകം വിട്ടു പോകാൻ. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് പോകാൻ നമ്മൾക്ക് കഴിയണം. ഞാൻ പിന്നെ എൻ്റെ സമയം 28 മിനിറ്റ് ആണ്. ഇനി എനിക്കൊരു ഒരു ഒരു ചെറിയ കഥ പറയാനുണ്ട് നിങ്ങളുടെ അടുത്ത്. പറഞ്ഞോട്ടെ? ഒരു കഥ പറഞ്ഞോട്ടെ? ആ കഥയിലൂടെ നമ്മുടെ ഈ സെഷൻ അവസാനിപ്പിക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കഥയാണ്. ഒരു ഉമ്മ, അവർക്ക് 3 ആൺകുട്ടികളാണ്. ആ ഉമ്മ ചെറിയ 3 ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രായത്തിന് ഒരുപാട് ഗ്യാപ്പൊന്നും ഇല്ലാത്ത, വയസ്സിന് ഒരുപാട് ഗ്യാപ്പ് ഇല്ലാത്ത 3 ആൺകുട്ടികൾ. ഒരു കുഞ്ഞിന് 2.5 വയസ്സ്, ഒരു കുഞ്ഞിന് 1.5 വയസ്സ്, ഒരു കുഞ്ഞിന് അതിന്റെ താഴെയുള്ള കുഞ്ഞിന് ഒരു 6-7 മാസം, അത്രേ പ്രായമുള്ളൂ. അപ്പൊ ഈ കുഞ്ഞുങ്ങൾക്ക് അസുഖം വരുമ്പോ, ഉമ്മയുടെ കുഞ്ഞുങ്ങൾക്ക് അസുഖം വരുമ്പോ എല്ലാവർക്കും ഒരുമിച്ചാണ് വരിക. 3 കുഞ്ഞുങ്ങൾക്ക് ഒരുമിച്ചാണ് വരിക. വലിയ മോൻ അസുഖം വന്നു, വയറ്റിളക്കം പനിയും വന്നു. വയറ്റിളക്കം പനിയും വന്നപ്പോ അതിനെ കൊണ്ട് ചികിത്സിച്ചു. അത് ഭേദമാകുന്നതിന് മുമ്പേ മറ്റു 2 കുഞ്ഞുങ്ങൾക്കും അസുഖം വന്നു. അപ്പൊ ഇവരെ നോക്കുന്നത് ഈ ഉമ്മയും ഉപ്പയും തന്നെയാണ്. അസുഖം വന്ന് ഇപ്പൊ വലിയ കുഞ്ഞിന്റെ അസുഖം ഭേദമായപ്പം മറ്റു 2 കുഞ്ഞുങ്ങൾക്കും വളരെ കൂടുതൽ അസുഖം വന്നു കഴിഞ്ഞപ്പോ ഈ കുഞ്ഞുങ്ങളെ 2നെയും കൊണ്ടിട്ട് ഈ ഉമ്മ ആശുപത്രിയിൽ പോകുന്നു. ബാപ്പയും ഉണ്ട് കൂടെ. 2 കുഞ്ഞുങ്ങളെയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോ അവിടെ ഉമ്മ ഒരുപാട് ദിവസങ്ങൾ ഉറക്കമൊഴിച്ചതാണ് ഈ 3 കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്. വളരെ ക്ഷീണിതയാണ്. ഇപ്പോ 2 കുഞ്ഞുങ്ങൾക്ക് ഇഞ്ചക്ഷൻ, മരുന്ന്, കാര്യങ്ങൾ, കരച്ചിലോട് കരച്ചില്. ഉമ്മയാണെങ്കിൽ ഉറങ്ങാതെ, ഒട്ടും ഉറങ്ങാത്ത ദിവസങ്ങളുടെ ഉള്ള ക്ഷീണം. അങ്ങനെ നല്ല തുടുത്ത 2 ആൺകുട്ടികളാണ്. നല്ല തടിയും വണ്ണമൊക്കെ ഉള്ള കുട്ടികളാണ്. ചബ്ബി ബോയ്സ് ആണ്. അങ്ങനെ ഇരിക്കുമ്പോ മൂത്ത മകനെ ബാപ്പ കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷെ ബാപ്പാന്റെ കയ്യിൽ നിൽക്കാത്ത രൂപത്തിൽ വീണ്ടും ഉമ്മയുടെ അടുത്തേക്ക് തന്നെ വരുന്ന പ്രായം, 1.5 വയസ്സ് പ്രായമല്ലേ. അങ്ങനെ ഉമ്മ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉമ്മക്കൊന്ന് കിടക്കണം എന്നുണ്ട്, ഉറങ്ങണം എന്നുണ്ട്. പക്ഷെ കഴിയുന്നില്ല. ഈ കുഞ്ഞുങ്ങളെയും കൊണ്ടിട്ട് കഴിയുന്നില്ല. ദിവസങ്ങളോളം ഉറക്കൊഴിച്ച് ക്ഷീണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരുടെ മുന്നിലേക്ക് അറിയാത്ത ഒരു മുഖം, മനോഹരമായ ഒരു മുഖം, ഒരു മാലാഖയെ പോലെ ഇങ്ങനെ കടന്നു വരികയാണ്. എന്നിട്ട് അവര് ആ ചെറിയ കുഞ്ഞിനെ വാങ്ങി. നല്ല ഓമനത്തമുള്ളൊരു കുഞ്ഞ്. ആ കുഞ്ഞിനെ വാങ്ങിയിട്ട് കയ്യിലെടുത്തു. അപ്പോ മറ്റേ മൂത്ത കുഞ്ഞ് എന്ത് ചെയ്തു? അവര് ചേർന്ന് നിന്നു. ഉപ്പാന്റെ കയ്യിൽ നിന്ന് ഓടി വന്ന് അവര് ചേർന്ന് നിന്നു. ഈ കുഞ്ഞിനെ വാങ്ങിയതേ ഉമ്മക്ക് ഓർമ്മയുള്ളൂ. കുഞ്ഞുങ്ങളുടെ ഉമ്മക്ക് ഉറങ്ങിപ്പോയി. ഗാഢമായ ഉറക്കത്തിലേക്ക് വീണുപോയി. കുഞ്ഞിനെ കയ്യിൽ വാങ്ങിയത് ഓർമ്മയില്ല. എന്ത് ധൈര്യത്തിലാണ് ഉറക്കിയെന്ന് പോലും അറിയില്ല. കാരണം കുഞ്ഞുങ്ങളാണല്ലോ നമ്മൾക്ക് ഏറ്റവും പ്രധാനം. എന്ത് ധൈര്യത്തിലാണ് ഉറങ്ങുന്നത് എന്ന് പോലും അറിയുന്നില്ല. അത്രയും ഗാഢമായ ഉറക്കം കഴിഞ്ഞ് എണീറ്റ് നോക്കുമ്പോൾ അതേപോലെ ആ ചെറിയ കുഞ്ഞിനെ മടിയിലും മറ്റേ കുഞ്ഞിനെ ചേർത്ത് വെച്ചിട്ട് കുഞ്ഞുങ്ങൾ അവരുടെ കയ്യിൽ വളരെ സുരക്ഷിതമായിരുന്നു. ഇങ്ങനെ ചേർന്നിരുന്ന് ഉറങ്ങാണ്. അല്ല, ചെറിയ കുഞ്ഞ് മടിയിൽ കിടക്കുന്നു. ചിരിച്ചുകൊണ്ട് ആ മാലാഖയുടെ മുഖമുള്ള, ആ കണ്ണിൽ ദയ മാത്രമുള്ള, കരുണ മാത്രമുള്ള ആ മുഖം, ആ മനോഹരിയായ ആ സഹോദരി അവിടെ ആ കുഞ്ഞുങ്ങളെയും കൊണ്ടിങ്ങനെ ഇരിക്കുന്നുണ്ട്. പുഞ്ചിരിയോട് കൂടി ഉമ്മ എണീറ്റിട്ട് കുഞ്ഞിനെ വാങ്ങി. അവരുടെ പേര് MT സീനത്ത് എന്നായിരുന്നു. ആ ഉമ്മ ഞാനും ആയിരുന്നു.
ആ കുഞ്ഞുങ്ങളുടെ ഉമ്മ ഞാനുമായിരുന്നു. MT സീനത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ടീമിൻ ചാർജിലുള്ള MT ഫെമിനയുടെ ഉമ്മയായിരുന്നു. ഇത് ഓർക്കുമ്പോൾ ഞാൻ ഇപ്പോഴും കരഞ്ഞു പോകും. അത്രമാത്രം പ്രയാസപ്പെട്ട ഒരു സമയമായിരുന്നു അപ്പോ അവർക്ക് MT സീനത്ത് ഇപ്പോഴും ആ കരുണയും ആ ദയവും ആ കരുതലും കരുത്തും ഒക്കെ കൊണ്ടുപോകുന്ന, ജീവിതത്തിൽ കൊണ്ടുപോകുന്ന എൻ്റെ ഒരു സഹോദരിയാണ്. അവരുടെ കൂടെ ഇപ്പൊ അവരുടെ ഉമ്മയുണ്ട്. അവരെന്നെ ശ്രവിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അവരുടെ ഉമ്മയുണ്ട്. ആ ഉമ്മയെ പരിപാലിക്കുന്നത്, അവരെ പ്രസവിച്ച ഉമ്മയെ പരിപാലിക്കുന്നത് അവരാണ്. ഇവിടെ ഒരു ആശുപത്രിയിലെ പിന്നെ കൂട്ടിരിപ്പിന് ആളില്ലാത്ത ആളുകൾക്ക് കൂടെ ഇരിക്കുന്ന കുറെ വോളണ്ടിയർമാരായ കൂട്ടത്തിലെ ഒരാളാണ്. അവർക്ക് ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ, അവരുടെ കുടുംബത്തിൽ സമാധാനം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാനിത് പറയാനുള്ള കാരണം, ഇങ്ങനെ കുറെ കരുതലുള്ള കുറെ ആളുകളുണ്ട്, കരുത്ത് കൊടുക്കുന്ന, ഒരു സപ്പോർട്ട് വേണം എന്ന് പറയുമ്പോൾ ആ സപ്പോർട്ട് കൊടുക്കുന്ന ഒരുപാട് ആളുകൾ ഈ ലോകത്തുള്ളത് കൊണ്ടാണ് ഈ ലോകം ഇതുപോലെ മനോഹരമായിട്ട്, വളരെ മനോഹരമാണ് നമ്മുടെ ലോകം. ചെറിയ ചെറിയ അപ്പുറത്തോ ഇപ്പുറത്തോ ചെറിയ ചെറിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും നമ്മുടെ ലോകം വളരെ മനോഹരമാണ്. അങ്ങനെ മനോഹരമായിരിക്കുന്നത് ഇതുപോലെ കരുതലും കരുത്തും ഒക്കെയുള്ള എൻ്റെ ഉമ്മയെ പോലുള്ള MT സീനത്തിന്റെ ഉമ്മയെ പോലും, അല്ല MT ഫെമിനയുടെ, നിങ്ങളുടെ ടീമിൻ ചാർജ് MT ഫെമിനയുടെ ബേബി ജസ്നയുടെ, MT ബേബി ജസ്നയുടെ ഉമ്മയെ പോലുള്ള ഉമ്മമാര് ഈ ലോകത്തുള്ളത് കൊണ്ടാണ് ഈ ലോകം ഇത്രയും മനോഹരമായിരിക്കുന്നത്. താങ്ക് യു ഫോർ ഓൾ. ഗുഡ് മോർണിംഗ്. പെണ്ണെന്നാൽ വെറും വാക്കിൻ അർത്ഥമല്ല, അവൾ ആഴക്കടലിന്റെ ആത്മശക്തിയാണ്. തടസ്സങ്ങൾക്കു മേലെ ചിറകടിച്ചുയരുന്ന പ്രകാശത്തിന്റെ അതിരുകളില്ലാത്ത ആകാശമാണ്. അവൾ എന്നൊരു വാക്കിൽ ഒതുങ്ങുന്ന, എന്നാൽ ലോകത്തോളം പടർന്നു പന്തലിക്കുന്ന അതിജീവനത്തിന്റെയും സ്നേഹത്തിന്റെയും രാഷ്ട്രീയത്തെക്കുറിച്ച് വളരെ മനോഹരമായി ഹൃദ്യമായി സംസാരിച്ച പ്രിയപ്പെട്ട ജെൽസീമിയ മേഡത്തിന് ആദ്യമായി നെഞ്ചകം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. രാഷ്ട്രീയത്തിന്റെ കനൽ വഴികളിൽ നിലയുറപ്പിക്കുമ്പോഴും സ്ത്രീത്വത്തിന്റെ കരുത്തും കനിവും സൗന്ദര്യവും വാക്കുകളിലേക്ക് പകർന്നു നൽകാൻ നിങ്ങൾക്ക് സാധിച്ചു. അധികാരം എന്നാൽ ആധിപത്യമല്ല, മറിച്ച് അനുകമ്പയും കരുതലുമാണെന്ന് നിങ്ങളുടെ വാക്കുകൾ നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചു. ഒരു പുതിയ പുലരിയിൽ പ്രകാശപൂർണമായ ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സുകളിൽ പോസിറ്റീവ് ഊർജം നിറച്ചതിന് പ്രിയപ്പെട്ട ജെൽസീമിയ മേഡത്തിന് CG ഡിവിഷൻ ടീമിന്റെ ഹൃദ്യമായ നന്ദി. ഈ വാക്കുകള് ഔദ്യോഗികമായുള്ള ഒരു ഭാഷയിൽ സംസാരിക്കുമ്പോൾ ശരിക്കും ഹൃദയം നിറഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഉമ്മ ഈ പ്രോഗ്രാം കേൾക്കുന്നുണ്ടോ എന്നുള്ള നിങ്ങളുടെ ചോദ്യത്തിന് തൊട്ടടുത്തിരുന്ന് ഉമ്മ തലയാട്ടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഉമ്മയും ഞാനും ഒന്നിച്ചാണ് ഈ പ്രോഗ്രാം കേൾക്കുന്നത്. ജീവിതത്തിന് തണലും തണുപ്പും നൽകാൻ ഉള്ള വാക്കുകൾ എനിക്ക് വ്യക്തിപരമായി ഈ സെഷൻ സമ്മാനിച്ചു എന്നുകൂടി ചേർത്ത് പറയാതെ വയ്യ. പ്രോഗ്രാം ഡയറക്ടർ നൂസിയ മാഡം, ടീം ഇൻചാർജ് ഷിഫ്ന മാഡം, ടീമിലെ മറ്റു അംഗങ്ങൾ എന്നിവർക്കും, അതുപോലെ ഓരോ പ്രഭാതത്തിലും പുതിയ ചിന്തകളെ നെഞ്ചിലേറ്റുന്ന കൂട്ടായ്മയുടെ കരുത്തായ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളുടെ ഈ സാന്നിധ്യവും പിന്തുണയുമാണ് ഇത്തരം നല്ല ആശയങ്ങൾക്ക് ജീവൻ നൽകുന്നത്. സ്ത്രീ മുന്നോട്ട് നടക്കുമ്പോൾ ഒരു സമൂഹമാണ് മുന്നോട്ട് കുതിക്കുന്നത്. ഈ നല്ല ചിന്തയോടെ പ്രകാശപൂർണമായ ഒരു ദിവസം ഏവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിട. നാളെ പുതിയ വിഷയവുമായി കാണാമെന്ന പ്രതീക്ഷയോടെ താങ്ക് യു ഓൾ.